ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനി 1600 ഡിസംബർ 31-നാണ് സ്ഥാപിക്കപ്പെട്ടത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ കച്ചവടക്കാരുടെ സംഘടനയാണ് മർച്ചൻ്റ് അഡ്വഞ്ചറീസ്. ഈസ്റ്റ് ഇന്ത്യാ കമ്പനിക്ക് കിഴക്കൻ രാജ്യങ്ങളിൽ വ്യാപാരം നടത്താൻ അനുമതി നൽകിയ ഉടമ്പടിയാണ് റോയൽ ഉടമ്പടി. കേരളത്തിലെത്തിയ ആദ്യത്തെ ബ്രിട്ടീഷുകാരനാണ് മാസ്റ്റർ റാൽഫ് വിച്ച്. എന്നാൽ വ്യാപാര ആവശ്യത്തിന് കേരളത്തിലെത്തിയ ആദ്യത്തെ ബ്രിട്ടീഷുകാരനാണ് ക്യാപ്റ്റൻ കീലിംഗ്. മാസ്റ്റർ റാൽഫ് വിച്ച് കേരളത്തിൽ കൊച്ചിയിലാണ് എത്തിയത്. മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നതും മാസ്റ്റർ റാൽഫ് വിച്ചാണ്. 3 കപ്പലുകളുമായി 1615 കോഴിക്കോട് ആണ് ക്യാപ്റ്റൻ കീലിംഗ് എത്തുന്നത്. കോഴിക്കോട് സാമൂതിരിയുമായി വ്യാപാര കരാർ ഒപ്പുവെച്ചു. കൊടുങ്ങല്ലൂരിൽ നിന്നും കൊച്ചിയിൽ നിന്നും പോർച്ചുഗീസുകാരെ ബഹിഷ്കരിക്കാൻ കോഴിക്കോടിനെ സഹായിക്കും എന്നതായിരുന്നു കരാറിലെ വ്യവസ്ഥകൾ. 1644 ഇംഗ്ലീഷുകാർ വിഴിഞ്ഞത്ത് ആദ്യമായി ഒരു പണ്ടകശാല നിർമ്മിച്ചു. 5 തെങ്ങിൽ ഒരു വ്യവസായശാല നിർമ്മിക്കാനായി ആറ്റിങ്ങൽ റാണിയിൽ നിന്നും ബ്രിട്ടീഷുകാർക്ക് അനുമതി ലഭിച്ചത് 1684-ലാണ്. 1690 കോട്ട നിർമ്മിക്കാനുള്ള അനുമതിയും ലഭിച്ചു. 1695 കോട്ടയുടെ പണി പൂർത്തിയായി. പശ്ചിമ തീരത്ത് ബോംബെ കഴിഞ്ഞാൽ ഇംഗ്ലീഷുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സങ്കേതം ആയിരുന്നു അഞ്ചുതെങ്ങ്. അഞ്ചുതെങ്ങ് കോട്ട നിർമ്മാണ സമയത്തെ വേണാട് രാജാവ് രവിവർമ്മൻ ആയിരുന്നു.